ആലപ്പുഴ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ഒന്നാമത് വാർഷികം നടന്നു. Legal aid free of cost to those who are vulnerable and those who belongs to downtrodden sect of society. We are celebrating the first anniversary. There is an old saying that well started well begin is half done. Definitely Baiju and his team had done a very good job for the last 1 year. Anyhow, there are some complaints on the part of lawyers regarding their performance. Not about their performance. The lawyers are complaining that their opportunities are being got lost, as almost in 10% of cases legal aid defense counsels are appearing for the parties accused. But I don't find any merit in such a complaint. ആലപ്പുഴ ജില്ലാ സെഷൻസ് ജഡ്ജ് ജോബിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജഡ്ജ് പ്രമോദ് മുരളി അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ആഷ് കെ ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി LADC അഡ്വക്കേറ്റ് സുജിത് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലജ റാണി MT, അഡ്വക്കേറ്റ് വേണു K അനിൽകുമാർ, അഡ്വക്കേറ്റ് S മുരുകൻ, അഡ്വക്കേറ്റ് വർഗീസ് മാത്യു എന്നിവർ പങ്കെടുത്തു. 2023 മുൻസിഫ് മജിസ്ട്രേറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആലപ്പുഴ ബാറിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് റിഷ്ന റഹീം, അഡ്വക്കേറ്റ് ഗീതു ഫാസി എന്നിവരെയും 2023 CLAT പരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയിച്ച പവിത്ര പ്രമോദിനെയും വിവിധ പരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയം നേടിയ സ്റ്റാഫുകളുടെ മക്കളായ ദിയ ബിജു, നിവേദ്യ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ായതുകൊണ്ട് ഇവരുടെ സർവീസ് ആവശ്യമായി വരുന്ന കേസുകൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പല കേസുകളിലും ഇവരുടെ പ്രസൻസ് ഇൻ ടൈം കിട്ടാതെ വന്നപ്പോൾ ചെറിയ പൊട്ടലും ചിറ്റിലൊക്കെ ഇട്ടായിട്ടുണ്ട്. അതതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണക്കാകുക. എനിക്ക് തോന്നുന്നു ബൈജോക്കിലുമായിട്ട് പലപ്പോഴും ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം അവർ ശ്രമിക്കാറുണ്ട്, ഇൻ ടൈം കോടതിയിൽ എത്താറുണ്ട്, നല്ല രീതിയിൽ പഠിച്ച് വരാനായിട്ട് ശ്രമിക്കാറുണ്ട്.